കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ മന്തി മസാല ഉണ്ടാക്കിയാണ് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ മന്തി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ. ഈ മന്തി മസാല വീട്ടിലില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഉള്ള കുറച്ച് നമ്മുടെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കട്ടോ മന്തി മസാല. അപ്പോൾ ഇത് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി, വളരെ സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലിടാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ നോക്കുക, കാരണം നമുക്ക് ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണല്ലോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കണ്ട യൂട്യൂബ് ചാനൽ ഏതായാലും മലപ്പുറം ഡേയ്സ് ആണ് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലുണ്ട് കേട്ടോ, ഓളിട്ടിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ എല്ലാവർക്കും പോയി കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കുന്ന രീതി ഞാൻ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടാവും, കാരണം നമ്മൾക്കുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. ആണ് കാണിച്ചെടുത്താം. ഞാൻ അതിലേക്ക് നാരങ്ങ ഇട്ടത്, നമ്മൾ ഉണങ്ങിയ നാരങ്ങ, അതുപോലെ ഒരു 2-3 ചെറിയ പട്ട, അതുപോലെ ചെറിയ ഏലക്കായി, ഗ്രാമ്പു, പിന്നെ ഒരു മാഗി ക്യൂബ് കേട്ടോ. ഞാൻ അവിടെ ഒരു 2.5 ഗ്ലാസിന് അളവിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല ഇപ്പം ഉണ്ടാക്കണുള്ളൂ. പിന്നെ നമുക്കിനി മസാല ഉണ്ടാക്കാം, അതിന് പൊടി ഉണ്ടാക്കണമല്ലോ, മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. അതിന് വേണ്ടത് കുറച്ച് മല്ലി വേണം, പച്ചമല്ലി, അതുപോലെ ചുവന്ന മുളക് വേണം. അതൊക്കെ നമുക്കൊരു ഉണങ്ങി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് മന്തി മസാല ഇട്ട് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേക കണക്കൊന്നും പറയണില്ല, കാരണം പലരും പല അളവിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിക്ക് ബീഫും ഒരു 3/4 കിലോനാണ് എടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് അരിക്ക്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പോളം വരുന്ന ഒരു ഇതിൽ മല്ലി എടുക്കണ്ടേ. അതിൽ 2 ടേബിൾ സ്പൂണ്, ഒരു മണി കുറച്ചും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഓവറാകണ്ട. പിന്നെ കുറച്ച് നല്ല ജീരകം, അതൊരു ടീസ്പൂൺ കണക്കിന് മതിയേ, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ വലിയ ജീരകം വേണം, അത് കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉണക്കമുളകാണ് കേട്ടോ. അത് കുറച്ച് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ എരിവ് ആവശ്യമില്ലാത്തവർക്ക് കുറക്കുകയും ചെയ്യാം കേട്ടോ. കാല് ചപ്പിക്കണം, എരിവ് കുറവായിക്കാരം. അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 മണി കുരുമുളകാണ് കേട്ടോ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവിടെ മന്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ അവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ കളർ അധികം കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കളർ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. ഈ കളർ ആണെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു 3/4 കിലോ ബീഫ് ഇത് അതുപോലെ കട്ട് ചെയ്ത് കാണും, കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് കാണും, കേക്കിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം നമുക്ക്. ഒക്കെ നമ്മൾ ബീഫിൻ്റെ കണക്കിനനുസരിച്ച് മാറും കേട്ടോ. പിന്നെ കുറച്ച് സുർക്കി വേണം. ഈ സുർക്കി ഇട്ടാണ്ട് ഈ ഒരു വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ എന്താ നമുക്ക് ചോറ്റുക്ക് വേണ്ട എന്താ പട്ട, ഗ്രാമ്പു, ഏലക്ക, നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേശ്ശെ മതി കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഓവറാവണ്ട. പിന്നെ ഇത് നമ്മൾ മസാലയ്ക്കുള്ള മാഗി ക്യൂബാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ, അത് ഫുള്ള് എടുക്കൂല, അത് നമ്മൾ ആവശ്യത്തിന് എടുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്ക് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മന്തി മസാല ഇതിക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ വേണ്ടത് ഞാൻ നമ്മൾ കാശ്മീരി മുളക്, കാണില്ല ഇതിക്ക് ഫോക്കസ് ചെയ്തിൻ്റെ ഉള്ളിലേക്ക്, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളിൻ്റെയും നമുക്ക് സുർക്കി കുറച്ച് വെച്ചിങ്ങാണ്ട് ഇത് പേസ്റ്റ് ആക്കിയെടുക്കണം. പേസ്റ്റാകാൻ മാത്രം മതി കേട്ടോ. ഇത്
പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ഒന്ന് ചുറ്റിപ്പാറുന്നുണ്ട്. കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട കേട്ടോ. നമ്മൾ അധികം മൂക്കൊന്നുമില്ല. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, കുറച്ച് ഇപ്പം ചേർക്കണുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ചേർക്കാം. ഈ ബീഫൊക്കെ മാറിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മല്ലിച്ചപ്പിന്ന് കുറച്ചെടുക്കണം, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. കഴുകി കൊണ്ടിട്ടെ, കഴുകി കൊണ്ടിട്ട് കത്തി വേണ്ടല്ലേ. അതിന് നമ്മളിത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മതിട്ട്, ഞാൻ അധികമൊന്നും ഇല്ല. ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് സൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം. അധികം വേവില്ലാത്ത ബീഫാണ്. തുരുമ്പ് അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യാം. തിരുമ്പല്ല, തിരുമ്പ വേവുണ്ടാവല്ലേ. ഇമ്മ നമുക്കിത് കുറച്ചും കൂടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ചേർക്കില്ല കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചാൽ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന വരെ നമുക്ക് ഇതിലേക്കുള്ള ചോറിനുള്ള പരിപാടി നോക്കാം. ഇത് നമ്മൾ അരി കുതിർത്താൻ വെച്ചിന് അരിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ 1 മണിക്കൂറോളം നമ്മളിത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് വിട്ടെടുക്കണം. എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വെള്ളം വെച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് പട്ട, അതുപോലെ ഏലക്കായി, ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളെ ചോറൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ചിട്ടെടുക്കണം. അതിൻ്റെ സദാ വേവിന് തന്നെ മതി. വേവ് ഓവർ ആവണ്ട, കുറയും വേണ്ട. അടച്ച് വെക്കാം. ഇത് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിട്ട് ഒരു പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഒരു ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതിട്ട് അതിലേക്ക്. പിന്നെ ഈ നാരങ്ങയ്ക്ക് നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ട പിടിച്ചാതൊക്കെ വേണ്ടിയിട്ടോ ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിക്കണേ. ഇങ്ങനെ ഇളക്കി കൊടുക്കണമെങ്കിൽ കട്ട പിടിച്ചിട്ടോ. നമുക്ക് നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കറിയാലോ ഇതിൻ്റെ വേവ് എത്രയാന്ന്. അപ്പോൾ അത് വേണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ബീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ട് വിചാരിച്ചാണ് പ്രശ്നമാക്കൊന്നും വേണ്ട. ആ വെള്ളത്തിൽ നിന്ന് ഈ ബീഫൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം ലാസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ ഈ ചോറ്റിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഉണ്ട്, വെള്ളമൊക്കെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി ഒരു ചെമ്പട്ടി വേണം. നമ്മൾ ചെമ്പട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ച് സൺഫ്ലവർ നമുക്ക് ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഒരു 2 ടേബിൾ സ്പൂണോളം. നായി അരിയുള്ളൂ കേട്ടോ, ഗ്ലാസ് അരിയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് മതി, അപ്പം അധികമൊന്നും വേണ്ട. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ നാരങ്ങ, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതൊന്ന് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടോ. കുറച്ചധികം ബീഫ് ആയതുകൊണ്ട് കുറച്ച് മതി. ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ചേർക്കേണ്ടേ ഉള്ളൂ. ഒരു 2 തുള്ളി 3 തുള്ളി കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതൊരു ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടാകാമോ, 1/2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളിത് പച്ചമുളക് കീറാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓഫാക്കി അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് 2 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ബീഫ് മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക, ലാസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
മസാലയൊക്കെ എടുത്തോളി, ഒന്നും പ്രശ്നമാക്കണ്ട, ടേസ്റ്റ് കൂടുള്ളൂ. ലാസ്റ്റ് നമുക്കിതൊന്ന് ചോറ്റി പാരണം കേട്ടോ. അടക്കട്ടെ. നമ്മൾ ബീഫൊക്കെ ഇതിൽ ഇട്ടിക്കണേ. ഇന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക, 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക. ഞാൻ അടച്ച് വെക്കുക കേട്ടോ. വെച്ചിട്ട് വേവിക്കാം കേട്ടോ. പിന്നെ 1/4 കപ്പ് വെള്ളം ഈ കുക്കർ ഒന്ന് ചുഴച്ചിങ്ങാടിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുക വെള്ളം. അതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറിനുള്ള ഉപ്പ് നമ്മളത് തിളപ്പിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ട്, ഉപ്പുണ്ട് കേട്ടോ ഇതിൽ. ഈ വെള്ളം തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് ഇത്രയൊക്കെ വെള്ളം വേണം കേട്ടോ. അത് വറ്റിച്ചേർത്ത് ഇത് വറ്റിച്ചേർത്തിട്ട് നമുക്ക് നമ്മളെ ചോർക്ക് ഇതൊക്കെ പാടാന്ന് കൂടണം. അതാ ടേസ്റ്റ്. അങ്ങനെ നമ്മളതായിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമുക്കത് നമ്മളെ ചോറ് ചോർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തന്നെയാണ്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവുപ്പാവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. മല്ലിയിലും കൂടി ഇതില് അരിഞ്ഞിടാട്ടോ. നമ്മള് ചോറിടെ ഇനി വേണമെങ്കിൽ ഇത് ദമ്മില് കുറച്ചു നേരം വെക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ നല്ല എന്താ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഈ കളറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. വാണെങ്കിൽ നമുക്ക് ചെയ്യാം, അപ്പോൾ ഹെൽത്തി ആവൂല. അപ്പോൾ നമ്മളെ മന്തിൻ്റെ കളർ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കനലൊക്കെ ഉണ്ടെങ്കിൽ കനലിൽ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് കുറച്ച് നേരം കണലിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊന്നും അത്രയൊക്കെ മതി. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അത്രയും വെക്കുക. പിന്നെ അധികം ഓവർ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമല്ല, എല്ലാം വെന്തതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വിളമ്പാൻ തുടങ്ങുകയാണ്. കുട്ടികൾക്കൊക്കെ ഇവിടെ അർജൻറ്റ് കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിനി കടയിൽ നിന്ന് വാങ്ങുന്നു വേണ്ട, അതിലേറെ എത്രയോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഈ ഒരു മന്തിക്ക്. ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മന്തി മസാലക്ക് ഒരു ഇത്ര ഒരു ചോയും പുളിയൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ രീതിക്കനുസരിച്ച് നമുക്ക് ടേസ്റ്റിൻ്റെയൊക്കെ വ്യത്യാസം വരുത്താം. കാരണം നമുക്ക് എരിവാണെങ്കിൽ അതിന് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പുളിയാണെങ്കിൽ അതും അങ്ങനെ ചെയ്യാം. ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും പണിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.